സാറേ, റുമേനിയക്ക് അയൺ ഡോം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ. അതൊരു വലിയ വാർത്തയല്ലേ? അത് യുക്രൈൻ്റെ അയലത്താണ് റൊമാനിയ. അത് മുമ്പ് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ചെഷസ്ക്യൂ ഒക്കെ ഭരിച്ചിരുന്നത്. അപ്പോൾ യുക്രൈൻ, മൊൾഡോവ തുടങ്ങിയ രാജ്യങ്ങൾ അതിർത്തിയിൽ, പിന്നെ ചെങ്കടൽ ഒരു ഭാഗത്ത്. അപ്പോൾ യുക്രൈൻ്റെ അയലത്ത് തന്നെ ഇസ്രയേലിൽ നിന്ന് അയൺ ഡോം വരുന്നു. മാത്രമല്ല, ഒരു യൂറോപ്യൻ രാജ്യത്ത് മുൻപ് പ്രത്യേകിച്ച് ആയുധങ്ങൾക്ക് പണമൊന്നും ചെലവാക്കാത്ത ഒരു സ്ഥലത്ത് അത് വരുന്നു. അപ്പോൾ ഇസ്രയേലിൻ്റെ അയൺ ഡോം വാങ്ങുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് റൊമാനിയ. അതാണ് വ്യത്യാസം. ഒരു ഷോർട്ട് റേഞ്ച് മിസൈലുകളുടെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം ആണ് അത് തടയുന്നത്. അതിൻ്റെ കവചവും ഒക്കെ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്ന കാലത്ത് പലപ്പോഴും ഈ അയൺ ഡോം ആദ്യകാലത്തൊക്കെ ഇഫക്റ്റീവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോഴാണല്ലോ വ്യത്യാസം. അതെ, ബാലിസ്റ്റിക് മിസൈൽ തടയാൻ വേണ്ടിയിട്ടല്ല അയൺ ഡോം ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റേ ലഘുദൂര മിസൈലുകളൊക്കെ തടയുക, അതിനുള്ള ഒരു മൊബൈൽ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ് ട്രക്കിൽ മൗണ്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റം ആണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൊമേനിയയിലൊരു പുതിയ പ്രതിരോധ മന്ത്രി വന്നിട്ടുണ്ട്. അയണറ്റ് മൊസ്തിന്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നത് നവംബറിൽ കരാർ ഒപ്പിടും. അയൺ ഡോം വാങ്ങാനുള്ള കരാർ നവംബറിൽ ഒപ്പിടും. ഇത് ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും റഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റംസും രണ്ടുപേരുടെയും കൂടി സംയുക്ത സംരംഭം ആണത്. ഇസ്രയേലിൽ തന്നെയാണ് നിർമ്മിക്കുന്നതൊക്കെ. പക്ഷെ ഫ്രാൻസിലെ റഫാലും കൂടി അതിൽ സഹകരിക്കുന്നുണ്ട്. $2.34 ബില്യൺ ആണ് ഇതിന് ചെലവ് വരുന്നത്. 20,000 കോടി രൂപ ആണ് അയൺ ഡോമിൻ്റെ ചെലവ്. റൊമാനിയയ്ക്ക് ഈ മറ്റേ ദീർഘദൂരം മിസൈലുകളൊക്കെ നേരിടാനുള്ള സംവിധാനം ഉണ്ട്. പാട്രിയറ്റ് ഉണ്ട്. അമേരിക്കയിൽ നിന്ന് പാട്രിയറ്റ് സംവിധാനം മേടിച്ചിട്ടുണ്ട്. ഇത് ഷോർട്ട് റേഞ്ച് മിസൈൽ, ഷോർട്ട് റേഞ്ചിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഇല്ലായിരുന്നു. അപ്പോൾ മീഡിയം ലോങ് റേഞ്ച് മിസൈലുകൾക്ക് വേണ്ടിയിട്ട് പാട്രിയറ്റ് അവർക്കുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് റേഞ്ച് മിസൈൽ വന്നു കഴിയുമ്പോൾ ഡ്രോണുകൾ, ചെറിയ മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ, അതിനെയൊക്കെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയൺ ഡോം ഇസ്രയേലിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ജർമ്മനി, ഫ്രാൻസ് ഇത് ടെൻഡറൊക്കെ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ കോട്ട് ചെയ്തിരുന്നു. ഷോർട്ട് റേഞ്ച് മിസൈലുകൾക്കുള്ള കവചം ഞങ്ങളും തരാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് ചിലവ് കൂടുതലാണ്. അതിനേക്കാൾ ഈ അയൺ ഡോമിന് ചിലവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുന്നു. അപ്പോൾ ഓരോന്നിലും ടാമിർ മിസൈലാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഈ അയൺ ഡോമിൽ ടാമിർ മിസൈല്, പിന്നെ ECLM റഡാറുകൾ ഉണ്ടാവും. ശത്രുവിൻ്റെ ഈ ആയുധങ്ങളെ, മിസൈലുകളെയൊക്കെ കണ്ടെത്തുക, ട്രാക്ക് ചെയ്യുക, നശിപ്പിക്കുക, ആ ജോലിയാണ് ചെയ്യുന്നത്. സ്പൈഡർ ആണ് വരുന്നത്. സ്പൈഡർ അയൺ ഡോം ആണ് വരുന്നത്. അതിൽ പൈത്തൺ 5 ഷോർട്ട് റേഞ്ച്, ഡെർബി മീഡിയം റേഞ്ച്, ആ മിസൈലുകളും അതിൻ്റെ അകത്ത് ഉണ്ടാവും. മൊബൈൽ പ്ലാറ്റ്ഫോമുകളാണ്. വ്യോമതാവളങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ, ഊർജ കേന്ദ്രങ്ങൾ, ഇതൊക്കെ തകർക്കാനും കഴിയും ഈ അയൺ ഡോമിൽ നിന്നുള്ള മിസൈലുകൾക്ക്. അപ്പോൾ ഡുവൽ പർപ്പസ് ഉണ്ട്. മിസൈലുകൾ നശിപ്പിക്കുകയും ചെയ്യും, ശത്രുവിൻ്റെ ടാർഗറ്റ്സ് നശിപ്പിക്കുകയും ചെയ്യും. കരിങ്കടലിൽ ഈ യുദ്ധക്കപ്പലുകളും മറ്റും ലക്ഷ്യം വെക്കാനും പറ്റും കരിങ്കടലിൽ. അപ്പോൾ റൊമാനിയയിലും ബൾഗേറിയയിലും ഒക്കെ ഇതിൻ്റെ ഈ ശത്രുക്കൾ ഇടപെട്ട് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. റഫേലും ഇസ്രയേൽ എയ്റോസ്പേസും കൂടിയാണ് ഇത്. 2011 അയൺ ഡോം ആദ്യമായിട്ട് നിലവിൽ വന്നത്. അതിൻ്റെ സക്സസ് റേറ്റ്, വിജയ നിരക്ക് എന്ന് പറയുന്നത് 90%.
90% ശത്രുവിൻ്റെ മിസൈലുകൾ, റോക്കറ്റുകൾ ഇതിനൊക്കെ കൈകാര്യം ചെയ്യും. ഓരോന്നിലും 20, ഓരോ സിസ്റ്റത്തിലും 20 മിസൈലുകൾ വീതം ഉണ്ടാവും. ഡേവിഡ് സ്ലിങ്, ആരോ ഒക്കെ മറ്റേ ഇസ്രയേലിനുണ്ട്. ഇതിന് പറ്റാത്തത് ചെയ്യാൻ വേണ്ടി ഡേവിഡ് സ്ലിങ്, ആരോയൊക്കെ ഉണ്ട്. 2014 ക്രിമിയ അനക്സ് ചെയ്തല്ലോ റഷ്യ. ക്രിമിയ പിടിച്ചടക്കി, റഷ്യയോട് കൂട്ടിച്ചേർത്തു. അത് കഴിഞ്ഞപ്പോൾ ആണ് ഭീഷണി, അയൽ രാജ്യങ്ങൾക്കൊക്കെ റഷ്യ വലിയ ഭീഷണിയാണ് എന്ന് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ കരിങ്കടൽ നാറ്റോയുടെ ഓപ്പറേഷനൊക്കെ വളരെ പ്രധാനമാണ്. ഇത് കരിങ്കടൽ തീരത്തെ രാജ്യങ്ങളാണല്ലോ ഈ പറഞ്ഞത്. അപ്പോൾ കരിങ്കടലിനെ ഈ ഭാഗത്ത് തുർക്കിയുടെ കപ്പൽപാത കിടപ്പുണ്ട് കരിങ്കടലിൽ. അതായത് കരിങ്കടലിനെ മെഡിറ്ററേനിയനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബോസ്പറസ്, ഡാർഡനൽസ് ഈ ജലപാതകൾ തുർക്കിയുടെ. അപ്പോൾ തുർക്കിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അതൊരു ഭീഷണിയായിട്ടും കിടപ്പുണ്ട്. നാറ്റോ രാജ്യം തന്നെയാണ് തുർക്കി. പക്ഷെ പലപ്പോഴും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് ഒരു സഖ്യത്തിലും പോകാറുണ്ടല്ലോ. അപ്പോൾ ഇതിന് ടർക്കിഷ് സ്ട്രെയ്റ്റ്സ് എന്നും പറയാറുണ്ട് ഈ ജലപാതകൾക്ക്. കരിങ്കടലിലെ തുറമുഖങ്ങൾക്ക് തുറന്ന കടലിലെത്താനുള്ള പാതകൾ ഇതിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ, ഈ ടർക്കിഷ് സ്ട്രെയ്റ്റ്സ് വഴി. അപ്പോൾ കരിങ്കടലിനെ മാർമാം കടലുമായി ബന്ധിപ്പിക്കുന്നത് ഈ തുർക്കി സ്ട്രെയ്റ്റ്, ഈ കപ്പൽപാതകളാണ്. ഈ ബോസ്പറസ് എന്ന് പറഞ്ഞ തുർക്കിയുടെ പാത, അത് 31 കിലോമീറ്റർ നീളം, 3.7 കിലോമീറ്റർ വീതി, ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് 700 മീറ്റർ വീതി ആണ്. ഈ ഡാർഡനൽസ് എന്ന് പറഞ്ഞ കപ്പൽപാത ഈ മർമാര കടലിനെ ഏജിയൻ കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. അതിന് 61 കിലോമീറ്റർ നീളം, 1.2 മുതൽ 6 കിലോമീറ്റർ വരെ വീതി. അപ്പോൾ ഒരു തുർക്കിയുടെ ഈ ഇടുങ്ങിയ കപ്പൽപാതകളും അതിൻ്റെ അകത്ത് 2 ഈ കരിങ്കടലിൽ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ തുർക്കി അവിടെ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കില്ലേ ഇസ്രയേൽ ഇപ്പോൾ ഇത്തരം ഒരു ആയുധം നൽകാനുള്ളൊരു കാരണവും കൂടെ? സത്യത്തിൽ നമ്മളിത് ചർച്ചയിൽ എടുക്കുന്നത് തന്നെ ഈ തുർക്കിയുടെ ഒരു പ്രസൻസ് അവിടെ കിടക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. അപ്പൊ അതിനെയും കൂടി ചെക്ക് ചെയ്യുക. ഭാവിയിൽ പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ പല കരാറുകൾ പറയാറില്ലേ, പല ലോകയുദ്ധങ്ങളുടെയൊക്കെ അവസാനത്തൊക്കെ കരാർ വരില്ലേ, ഈ ഓസ്ലോ കരാർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കരാറിന്റെ ഭാഗമായി തുർക്കിക്ക് കിട്ടിയതായത്. അല്ല, കൂടാതെ ഇപ്പൊ ഈ മോദി ഇപ്പൊ സൈപ്രസ് സന്ദർശിച്ചു, അല്ലെ ഗ്രീസ് പോയി അല്ലെ, അവിടെയൊക്കെ പോകുമ്പോൾ ഈ തുർക്കിക്കുള്ള ഒരു വാണിംഗ് കൂടിയായിരുന്നു. ഇപ്പം ഇവിടെയും നമ്മൾ ഇവർക്ക് ആയുധം കൊടുക്കുക എന്നുള്ള, തുർക്കി നിന്നെ നോക്കാൻ ഞങ്ങൾ ചുറ്റും ഞങ്ങൾ വലയം ചെയ്യുന്നു എന്നുള്ളൊരു വാണിംഗ് ആണ് അതല്ലേ? അപ്പൊ ഇസ്രയേലും കൂടി അതിൽ പങ്കുചേരുകയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രയേല് അയൺ ഡോം അങ്ങോട്ട് കൊടുക്കുകയാണല്ലോ റൊമാനിയക്ക്. മാത്രമല്ല യുക്രൈൻ്റെ അയലത്താണ് റൊമാനിയ. യുക്രൈൻ്റെ കൂടെയാണല്ലോ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ. അതെ. അപ്പോൾ നാറ്റോ രാജ്യങ്ങൾക്ക് ഒരുപാട് ആയുധങ്ങൾ കൊടുക്കാൻ പോകുന്നു, ആയുധങ്ങൾ നാറ്റോ രാജ്യങ്ങൾ വാങ്ങാൻ പോകുന്നു, ഇത് കച്ചവടമാണ് എന്നൊക്കെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ റൊമാനിയ ഇത് വാങ്ങിച്ചാൽ തന്നെ യുക്രൈന് വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റുമല്ലോ ഇത്. അങ്ങനൊരു സാധ്യതയും കൂടി ഇതിൽ കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റഷ്യ വലിയ ഭീഷണിയായിട്ട്, ക്രിമിയ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ റഷ്യ വലിയ ഭീഷണിയായിട്ട് ആ ഭാഗത്തെ രാജ്യങ്ങൾക്ക് തോന്നുന്നു, പോളണ്ടിന് തോന്നുന്നു അല്ലേ? ഇനി പോളണ്ടിൽ കയറുമോ എന്നുള്ള സംശയമുണ്ട്. അസർബൈജാനിൽ കയറുമോ എന്നുള്ള സംശയമുണ്ട് അസർബൈജാന്. കാരണം അസർബൈജാനുമായിട്ട് ചില സംഘർഷങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ചില അസർബൈജാനികൾ റഷ്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് 2 രാജ്യങ്ങളും തമ്മിൽ സംഘർഷം, നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. അപ്പൊ ഇങ്ങനെ റഷ്യയുടെ ഭീഷണി, യുക്രൈൻ കഴിഞ്ഞാൽ, യുക്രൈൻ സമാധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി നമ്മുടെ രാജ്യത്തേക്ക് കയറുമോ? അതുകൊണ്ട് പോളണ്ട് ധാരാളം ആയുധങ്ങൾ മേടിക്കുന്നുണ്ട്. ആയുധങ്ങൾ പോളണ്ട് വാങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് മോദി ഒരുപാട് വർഷത്തിന് ശേഷം പോളണ്ട് ഇപ്പോൾ സന്ദർശിച്ചത്. അടുത്ത കാലത്ത് പ്രതിരോധ സഹകരണ കരാറുകളൊക്കെ പോക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് റൊമാനിയയും ഇപ്പോൾ
ഈ നാറ്റോ രാജ്യങ്ങൾക്കിടയ്ക്ക് ഒരു ശക്തമായ നിലപാട് എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വാങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.